പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ പരാതിയുമായി ആലപ്പുഴ BJP ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു. പാലക്കാട് വോട്ടിന് പണം നൽകിയതിന് പിന്നിൽ ബിന്ദുവാണ് എന്നാരോപിച്ച് ശോഭാ സുരേന്ദ്രൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടിയാണ് ബിന്ദു ആലപ്പുഴ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. കരണം അടിച്ചു പൊളിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ ഭീഷണി മുഴക്കുന്ന ഫോൺ കോളും ബിന്ദു ഹാജരാക്കി. അല്ല, നിങ്ങൾ എന്തോ ഫേസ്ബുക്കിൽ നിങ്ങൾ BJP കാരിയല്ലേ? അതെ, ഞാൻ BJPയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പരസ്യമായിട്ട് പോസ്റ്റ് ഇടേണ്ട കാര്യം? ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഈ പൂന്തുറ ശ്രീകുമാർ എനിക്ക് എന്താ ബന്ധമുള്ളതായിട്ട് ആത്മാർത്ഥമായിട്ട് പറയാം. ഞാനൊന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്. അടിച്ചു എന്റെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. അതേസമയം ആലപ്പുഴയിൽ വന്ന് ശോഭ പണം പിരിക്കുന്നുവെന്ന് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയെന്ന് ബിന്ദു വിനയകുമാർ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഫോണിൽ നിന്ന് എന്നെ വാട്സപ്പ് കോൾ വഴി എന്നെ വിളിച്ച് ആവശ്യമില്ലാത്ത തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും എന്നെയും എൻ്റെ ഭർത്താവിനെയും അപായപ്പെടുത്തുമെന്നും നിന്റെ പണിക്കുറ്റം തീർത്തു തരുമെന്നും അടിച്ച് ചെപ്പക്കുറ്റി പൊട്ടിക്കുമെന്നും നീയല്ലേ ആലപ്പുഴയിൽ നിന്ന് പാലക്കാട് പൈസ കൊടുത്തതിൻ്റെ കാര്യങ്ങൾ ചെയ്തത് ഞാനാണെന്നും ആലപ്പുഴ രജിസ്ട്രേഷൻ കാറാണ് അവിടെ ചെന്നതെന്നും നിന്നെ കോടതിയിൽ കയറ്റുമെന്നും യാതൊരു തെളിവുകളുമില്ലാതെ ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്ത ഈ ഒരു സംഭവം ഇത്രയധികം ചാനലുകളിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഇതിൻ്റെ കുറ്റം ആരുടെയെങ്കിലും തലയിൽ വെച്ച് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ഗൂഢാലോചനയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകാനായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ശോഭാ സുരേന്ദ്രൻ ജീവന് ഭീഷണിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബിന്ദു പറയുകയുണ്ടായി. ഇങ്ങനെയൊരു പരാതിക്ക് ആരോപണത്തിന് പിന്നിൽ എന്താണ് അശ്വിൻ? നേരത്തെ നമ്മളൊരു ശബ്ദ സന്ദേശമൊക്കെ കേട്ടല്ലോ. ഇങ്ങനെയൊരു ഫോൺ കോളിന് പിന്നിലെ കാരണം, പശ്ചാത്തലമൊക്കെ എന്തായിരുന്നു? ആലപ്പുഴ ജില്ലയിൽ നേരത്തെ മുതൽ തന്നെ രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള പ്രശ്നമുണ്ട്. അത് പ്രധാനമായും ആലപ്പുഴ BJPയുടെ ജില്ലാ സെക്രട്ടറി PK ബിനോയും മറുവശത്ത് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ഒരു പക്ഷവുമാണ് ആലപ്പുഴയിലെ BJPയുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് പൊതുവെയുള്ള ആരോപണം. ഇതിൽ ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നതും ഒപ്പം പാലക്കാട്ട് വോട്ടിന് പണം നൽകിയ സംഭവം ആലപ്പുഴയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തതാണ് എന്ന ശോഭാ സുരേന്ദ്രൻ ആരോപിക്കാൻ കാരണവും ഈ ഗ്രൂപ്പുകളിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നിലവിൽ ഈ പരാതിയുമായി ജില്ലാ പോലീസ് മേധാവിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് BJPയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ മുൻ വൈസ് പ്രസിഡന്റും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗവുമായ ബിന്ദുവാണ്. ബിന്ദു പറയുന്ന ഒരു കാര്യമുണ്ട്, തന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിശബ്ദയാക്കിയത് ശോഭാ സുരേന്ദ്രൻ പക്ഷമാണെന്നും പ്രവർത്തനത്തിനിറങ്ങാൻ കഴിയാത്ത വിധം വീട്ടിൽ തളച്ചിടാൻ ശോഭാ സുരേന്ദ്രന്റെ പക്ഷക്കാർ ശ്രമിച്ചു എന്നുമുള്ള ആരോപണമാണ് പറയുന്നത്. അന്നു മുതൽ തുടങ്ങിയ തർക്കമാണ് അതിപ്പോൾ പാലക്കാട്ടെ ഈ പണം നൽകി വോട്ട് ചെയ്യിക്കാനുള്ള ആരോപണത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അതിൽ ഈ ബിന്ദുവിനെ ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി വാട്സപ്പിൽ വിളിച്ചാണ് ശോഭാ സുരേന്ദ്രൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ശോഭയ്ക്കെതിരെ ബിന്ദു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ ക്ഷയിപ്പിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് എന്ന അർത്ഥം വരുന്ന പോസ്റ്റാണ്. അതിന് പിന്നാലെയാണ് ഫോൺ കോളിൽ വിളിച്ച് നിങ്ങളല്ലേ എനിക്കെതിരെ ആരോപണവുമായി അല്ലെങ്കിൽ വോട്ടിന് പണം എന്ന ലേബലിൽ ആളെ പാലക്കാട്ടേക്ക് അയച്ചത്, അത് ആലപ്പുഴ രജിസ്ട്രേഷൻ കാറിലല്ലേ ആ പണം കൊണ്ടുവന്ന് സ്ത്രീ എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളും ഒപ്പം ഭീഷണിയുമെല്ലാം പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് ഈ ശോഭാ സുരേന്ദ്രൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അതിനു മുന്നേ കാലങ്ങളായി തുടർന്നു വരുന്ന ഗ്രൂപ്പ് പോലെല്ലാം ഈ പാലക്കാട് പണം നൽകിയുള്ള വോട്ടിന് പിന്നാലെ വീണ്ടും സജീവമാവുകയാണ്. ശരി, ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.